മറ്റേ പുലിശല്യം കൂടുതലാണല്ലോ. 2-3 ദിവസമായിട്ട് ന്യൂസ് കിടക്കുന്നില്ലേ. ഇന്നലെ മാക്കുളത്ത് കണ്ടെന്ന് പറഞ്ഞു. പിള്ളേരൊന്നും സ്കൂളിലൊന്നും പോകുന്നില്ല, പേടിച്ചിരിക്കുക. ഇപ്പോഴത്തേക്കും ബൈക്കും കൊണ്ടൊക്കെ പോകുന്നതൊക്കെ സൂക്ഷിച്ചൊക്കെ വേണം. അങ്ങോട്ടൊക്കെ പോകുമ്പോഴേ അറിയത്തില്ല. രാത്രിയിൽ, പകലൊന്നും പ്രശ്നമില്ല, രാത്രിയിലൊക്കെയാ. എന്ത് ചെയ്യാനാന്ന് പറ, പിടിച്ചിട്ടും ഇല്ല. നീ ന്യൂസ് കണ്ടില്ലായിരുന്നു? ന്യൂസ് വന്നായിരുന്നല്ലോ, ഞാൻ കാണിച്ചു തരാം. ന്യൂസ് പുറത്തിറങ്ങാൻ തന്നെ പേടിക്കുകയാണ്. പുലിയെ കണ്ടുവന്ന് നാട്ടുകാർ പറഞ്ഞ ജനവാസനമാണ് വനം വകുപ്പ്. പത്തനാപുരത്ത് കുന്നല ഫോറസ്റ്റ് ഡിവിഷന് കീഴിലുള്ള പല പ്രദേശങ്ങളും ഇപ്പോഴും പുലിഭീതിയിലാണ്. ഞാൻ ഇപ്പോഴുള്ളത് കിഴക്കേ ഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെയുള്ള ഒരു റബ്ബർ തോട്ടമാണ് ഈ കാണുന്നത്. അടിക്കാട് നിറഞ്ഞ ഒരു തോട്ടമാണ്. ഇതിന് CCTVയിൽ ഒരു മൃഗത്തിന്റെ ദൃശ്യം പതിഞ്ഞിരുന്നു. അതും പുലിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വനം വകുപ്പും അവരുടേതായ നടപടി, ഈ ഭാഗത്ത് പുലി ഉണ്ടെങ്കിൽ ആ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുക എന്നതാണ് ഈ ക്യാമറകൾ കൊണ്ട് വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കയിലാണ് ഈ പ്രദേശവാസികൾ ഉള്ളത്. വെളുപ്പാങ്കാലത്ത് പോകുന്നവരും മറ്റു സമയങ്ങളിലൊക്കെ പോകുന്നവർ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഭയങ്കര ഭീതിയിലാണ് ഇപ്പൊ കഴിഞ്ഞു പോകുന്നത്. എല്ലാവരും പുറത്തിറങ്ങാൻ തന്നെ ഒരു 6:30-ക്ക് ശേഷം പുറത്തിറങ്ങാൻ തന്നെ ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ. എങ്ങനെ സമാധാനത്തോടെ വിളിയാണ് പിള്ളേരെയൊക്കെ എങ്ങനെ സ്കൂളിൽ വിടും? ഇനി എങ്ങനെയാ ഇവിടെ നിന്ന് രക്ഷപ്പെടുക? എന്റെ ഗതികെട്ട സമയത്തായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങാൻ തോന്നിയത്. ചേകത്തുനിന്ന് അമ്പലത്തുനിന്ന് കിഴക്കേ ഭാഗം, അതുവഴി മാക്കുളം തോട്ടത്തിൽ കയറി റേഷൻ കട ജംഗ്ഷനിൽ ഇറങ്ങി. പകലിറങ്ങാന്ന് വെച്ചാൽ എനിക്ക് പേടിയാ. ആരെങ്കിലുമൊക്കെ കണ്ടെന്നെ ഉപദ്രവിച്ചാലോ എന്ന് പേടിച്ച്. എങ്കിൽ രാത്രി ഇറങ്ങാന്ന് വെച്ചാലോ? അപ്പോൾ CCTVയിലും പതിയും. CCTVയിൽ പതിഞ്ഞു. പിന്നെ ഓൺലൈൻ ന്യൂസിൽ വന്നു, വാർഡ് മെമ്പർ വന്നു, നാട്ടുകാർ വന്നു, ഫോറസ്റ്റുകാർ വന്നു. ഇവരെല്ലാം പേടിച്ച് ഞാൻ വീണ്ടും ഇവിടെ തന്നെ ഇരിക്കുക. എങ്ങനെ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടുക? എന്തായാലും വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇനി കെണിയെങ്ങാനും വെച്ച് അതിലെങ്ങാനും ചാടി അങ്ങനെയെങ്ങാനും രക്ഷപ്പെടാം. അതേ നടക്കും.